എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രോപൊളിറ്റൻ വികാരിയായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉടൻ ചുമതലയേൽക്കുമെന്ന് അറിയുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ളവർ ബിഷപ്പ് ഹൗസിൽ എത്തിക്കഴിഞ്ഞു. അതേസമയം അതിരൂപതയിലെ സംഘർഷത്തിൽ എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച ഇന്ന് വൈകുന്നേരം നടക്കും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബിഷപ്പ് ഹൗസിന് സുരക്ഷ കൂട്ടിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അശ്വിൻ പാലാഴി വീണ്ടും ചേരുകയാണ്. അശ്വിൻ, വിശദാംശങ്ങൾ. എസ് കെ അല്പസമയം മുമ്പാണ് ചുമതല ഏറ്റെടുക്കാനായി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ഇദ്ദേഹം വരുമെന്നുള്ള ഒരു വിവരമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന നടപടികൾ പോലീസ് രാവിലെ തന്നെ തുടങ്ങിയതും. എന്തായാലും ഇന്നലെ മുതൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പ്രതിഷേധത്തിലിരിക്കുന്ന 21 വൈദികർ അവരിപ്പോഴും ഈ ബിഷപ്പ് ഹൗസിനുള്ളിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോലീസ് പോയത്. പക്ഷേ ജോസഫ് പാംപ്ലാനിയുടെ ചുമതല ഏൽക്കലിന് ഈ വൈദികർ പിന്തുണയ്ക്കുകയാണ്. അവരതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാഹചര്യം നിലവിലില്ല. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താണെന്നാൽ കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസത്തിലാണ് നിലവിലുണ്ടായിരുന്ന അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂര് ചുമതല ഒഴിയുന്നു എന്നുള്ള രാജിവെക്കുന്നു എന്നുള്ളൊരു കത്ത് സഭാ നേതൃത്വം നൽകിയത്. അതിന് പിന്നാലെ അദ്ദേഹം ഏറ്റെടുത്ത ഈ രാജി ഇന്നലെയാണ് അംഗീകരിച്ച് പുതിയ ചുമതല നൽകിയതും. അതേസമയം ബോസ്കോ പുത്തൂർ ചുമതലയിലുണ്ടായിരുന്ന കാലങ്ങളിൽ നടപ്പാക്കിയ തീരുമാനങ്ങളും എടുത്ത സർക്കുലറുകളും അത് പിൻവലിക്കുകയും അസാധുവാക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ ഈ 21 വൈദികരടങ്ങുന്ന പ്രതിഷേധിക്കുന്ന വിശ്വാസികളടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊരു തീരുമാനമായില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മാർ ജോസഫ് പാംപ്ലാനി ചുമതല ഏറ്റെടുക്കും. അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെയും കണ്ടെക്കും. എന്താണ് നിലവിലെ സാഹചര്യമെന്നും മുന്നോട്ട് ഏതൊക്കെ രീതിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തും, കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദമായ അദ്ദേഹത്തിൻ്റെ നിലപാട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയും ഉണ്ടാകും. എന്തായാലും നിലവിൽ കനത്ത സുരക്ഷയിൽ തന്നെയാണ് ബിഷപ്പ് ഹൗസ് മുന്നോട്ട് പോകുന്നത്. എസ് കെ. താങ്ക് യു അശ്വിൻ പാലാഴി.